For many years, Kerala and Mumbai has been felicitating Malayalis in the city who have excelled in their respective fields by presenting the prestigious Kim Excellence Awards. The 2024 awards were presented to several distinguished individuals: Thomas Ulikal, Priya Varghese, Shashikumar Nair, Jayant Nair, Harikumar Nair, Prem Kumar, Surendran Unni, Lata Deshpande, Madhu Nambyar, Tyagarajan, and Sunil Nair, recognizing their remarkable contribution. മുംബൈയിലെ സാമൂഹ്യ രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കുറച്ച് മലയാളികളെ, നമ്മുടെ സ്വന്തം സഹോദരരെ ആദരിക്കുകയാണ്. ആദ്യമായി ശ്രീ തോമസ് ഒലിക്കൽ, ടെക്സ്റ്റൈൽ രംഗത്ത് സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി. മാരിയൻ അപ്പാരൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ. 2008 മുതൽ അദ്ദേഹം ആ പദവിയിലാണ്. Company specializes in uniform for army, school and hospitals. Renowned for expertise in manufacturing technical textiles, including fire retardants for petrochemical industries. 1500 employees, majority women. സ്ത്രീ ശാക്തീകരണം പ്രാക്ടിക്കലി നടപ്പിലാക്കിയ ആള്. ട്രോഫി നൽകുവാനായി ശ്രീ ബാലചന്ദ്രൻ, JK ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം. ഞാൻ പനി കഴിഞ്ഞ് 2 ദിവസം മുമ്പായി വന്നു. ഈ നമ്മുടെ ഈ അവാർഡിൽ നിന്ന് ആദരിച്ച വിജയകുമാറിനും അകലേക്ക് ആദ്യമായിട്ട് നന്ദി പറയുന്നു. നമുക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മളിപ്പോൾ കേരളത്തിലൊരു സ്ഥാപനം തുടങ്ങി 1500 ആളുകളോട് ജോലി ചെയ്യുന്നുണ്ട്. നമുക്ക് സമൂഹത്തിനോടെല്ലാം പറയാനുള്ളത്, കഴിയുന്നത്ര രീതിയിൽ എംപ്ലോയ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യാനുള്ള പരിശ്രമങ്ങളെല്ലാവരും നടത്തുക. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ എന്നുള്ള വിഷയമാണ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ഓരോരോ മണത്തിരിയാണ് നമ്മുടെ വലിയ വലിയ മറ്റേ ബിൽഡിങ്ങുകളായിട്ടും കോട്ടകളായിട്ടും മാറുന്നത്. അതുപോലെ തന്നെ ഓരോരോ മഴത്തുള്ളികളാണ് സമുദ്രമായിട്ട് മാറുന്നത്. അതുകൊണ്ട് ഓരോരുത്തരും ചെയ്യുന്ന ചെറിയ ചെറിയ ശ്രമങ്ങൾ പോലും നമ്മുടെ രാജ്യത്തിന് വലിയ കോൺട്രിബ്യൂഷൻ നടത്താൻ പറ്റും. അതുപോലെ തന്നെ ഇന്ന് ശരത്ചന്ദ്ര സാറിനെ കാണാൻ കഴിഞ്ഞതിലും അദ്ദേഹത്തിൻ്റെ മനോഹരമായ പ്രസംഗം ആസ്വദിക്കാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷം. അദ്ദേഹത്തിൻ്റെ അച്ഛൻ വയലാർ രാമവർമ്മ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, എന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇതുപോലൊരു വേദിയിൽ നമ്മളെ ആദരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. നമസ്കാരം. അടുത്തതായി ശ്രീമതി പ്രിയ വർഗീസ്, മുംബൈയിലെ സന്നദ്ധ സംഘടന കെയർ ഫോർ മുംബൈയുടെ കരുത്തയായ ജനറൽ സെക്രട്ടറി. വളരെയധികം പോപ്പുലറാണ്. സാമ്പത്തിക സഹായവും അതോടൊപ്പം മറ്റു സഹായങ്ങളും അവശത അനുഭവിക്കുന്ന, അത് കഷ്ടപ്പെടുന്ന ഏതാണ്ട് 12,000 കുടുംബങ്ങൾക്കായി 15 കിലോ ഗ്രോസറി കിറ്റ് സഹായമായി നൽകിയ വ്യക്തിത്വം. കേരള സംഗീത നാടക അക്കാദമി വെസ്റ്റേൺ റീജിയന്റെ ചെയർപേഴ്സൺ, ദൃശ്യകലാ ഫൗണ്ടേഷന്റെ പ്രസിഡന്റ്. നാടകരംഗത്ത് വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു. ലോക കേരള സഭ മെമ്പർ. TCSലെ 23 വർഷമായി സർവീസ് ചെയ്യുന്നു. ബൊക്കെ നൽകി ആദരിക്കാനായി ശ്രീ CR ഉണ്ണി, ട്രോഫി നൽകാനായി ശ്രീ CP കൃഷ്ണകുമാർ, രണ്ടുപേരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എനിക്ക് തന്നെ പേഴ്സണലായിട്ട് അറിയാം, ഞാൻ 2 കേസ് മെഡിക്കൽ ഹെൽപ്പിനുള്ള ആപ്ലിക്കേഷൻ അവിടെ കൊണ്ട് കൊടുത്തിരുന്നു. 2ലും നന്നായി എമൗണ്ട് റിലീസ് ചെയ്ത് അവരെ ആ ഹോസ്പിറ്റലിൽ നിന്ന് റിലീസ് ചെയ്യാനുള്ള ഒരു വലിയ സഹായം പ്രിയ ചെയ്തിരുന്നു. താങ്ക് യു വെരി മച്ച്. ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് മഹത് വ്യക്തികളെ ആദരിച്ച് ഈ വേദിയിൽ വെച്ച്. എന്നെക്കാളും തീർച്ചയായിട്ടും കലാ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന രംഗങ്ങളിൽ എന്നെക്കാളും സീനിയറായിട്ടുള്ളവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരും. ഇവരുടെ ഒരു ഓഗസ്റ്റ് ഓഡിയൻസിൽ വെച്ചിട്ട് ഇങ്ങനൊരു അംഗീകാരം കിട്ടിയത് ഒരുപാട് സന്തോഷം. സത്യത്തിൽ ഞാൻ വിജയകുമാറിനോട് പലതവണ പറഞ്ഞതാണ് എന്നെ ഒഴിവാക്കണം, ഒരു അവാർഡൊന്നും അതിൻ്റെ ആവശ്യമില്ല, ഒഴിവാക്കണം. പക്ഷേ എൻ്റെ വിചാരം എനിക്ക് ഭയങ്കര കൺവിൻസിങ് പവറാണ്. പക്ഷേ വിജയകുമാറിൻ്റെ സ്നേഹപൂർവ്വമുള്ള പല ദിവസങ്ങളിൽ അക്രോസ് മെനി ഡേയ്സ് ഉള്ള നിർബന്ധത്തിൽ അവസാനം അങ്ങനെ ഒരു
ആദരവ് ഏറ്റുവാങ്ങാണ്. കെയർ ഫോർ മുംബൈയുടെ പേരിലാണ് സത്യത്തിൽ എനിക്ക് ഇന്നിവിടെ ഒരു ഓണർ. അത് ഒരു വ്യക്തിയുടെ ഒരു ഇനീഷ്യേറ്റീവ് അല്ല. അങ്ങോട്ടും ഇവിടും സുഹൃത്തുക്കളായ കുറേ മലയാളികൾ, മലയാളി ഫ്രണ്ട്സ് ഒന്നിച്ച് നടത്തുന്ന ഒരു ഇനീഷ്യേറ്റീവാണ്. അപ്പോൾ ഇവിടെ തന്നെ കെയർ ഫോർ മുംബൈയുടെ ഒരു ട്രസ്റ്റിയായ തോമസ് ഒരിക്കൽ ഒരു ട്രസ്റ്റിയാണ്, പ്രകാശ് ജി ഉണ്ട്, അങ്ങനെ ഒരുപാട് പേരുകൾ ഇതിനോട് സഹകരിച്ച ഒരുപാട് പേരുണ്ട്. ഒരു മോട്ടോയേ ഉണ്ടായിരുന്നുള്ളൂ കെയർ ഫോർ മുംബൈ. ഞാൻ ആ സംഘടനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് കൊറോണ വന്നപ്പോൾ ഒരു മോട്ടോയേ ഉള്ളൂ മുംബൈയിൽ. കാരണം നമുക്ക് അന്നം തരുന്ന സ്ഥലമാണ്. വി ഹാവ് എ ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദിസ് ലാൻഡ്. അപ്പം മലയാളി സുഹൃത്തുക്കളാണ് അതിലുള്ളതെങ്കിലും ആര് നമ്മളെ വിളിച്ചാലും വിതിൻ ഫ്യൂ അവേഴ്സ് അവിടെ ഫസ്റ്റ് വേവിലും സെക്കൻഡ് വേവിലും, അതിനുശേഷം ഓഫ് കോഴ്സ് മെഡിക്കൽ സഹായങ്ങളും മലയാളികൾ ഇതുവരെയും സഹായം ആവശ്യപ്പെട്ട ഒരാൾക്കും മെഡിക്കൽ എയ്ഡ് ഡിനൈ ചെയ്തിട്ടില്ല. അപ്പം തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ മുന്നോട്ടുള്ള സോ വെരി ഹംബ്ലി ഓൺ ബിഹാഫ് ഓഫ് ഓൾ മൈ ഫ്രണ്ട്സ് അറ്റ് കെയർ ഫോർ മുംബൈ ഐ അക്സെപ്റ്റ് ദിസ് ഓണർ. താങ്ക് യു വെരി മച്ച്. കേരള ഇൻ മുംബൈ എക്സലൻസ് അവാർഡാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി ശ്രീ ശശികുമാർ നായർ, ജനറൽ സെക്രട്ടറി, ഹിൽ ഗാർഡൻ അയ്യപ്പ ഭക്ത സംഗമം, 28 വർഷമായി ജനറൽ സെക്രട്ടറി, ഓൾ താനെ മലയാളി അസോസിയേഷൻ, ഫൗണ്ടർ മെമ്പർ, ലേക്ക് സിറ്റി മലയാളി വെൽഫെയർ അസോസിയേഷൻ, അതിൻ്റെ 3 ടൈമിൽ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. കേരളീയ കേന്ദ്ര സംഘടനാ മെമ്പർ, കേരളത്തിലേക്കുള്ള യാത്രാ പ്രശ്നത്തിനും അതോടൊപ്പം തന്നെ വണ്ടികളിൽ നടക്കുന്ന മോഷണത്തിനുമെതിരെ വളരെ ശക്തമായ മൂവ്മെന്റ് നടത്തിയ ഒരാൾ. ഞങ്ങളുടെ റെയിൽവേയുടെ ഓഫീസിലൊക്കെ ചേട്ടനെ എപ്പോഴും കംപ്ലൈൻറ്റുമായിട്ട് കാണാം. എവിടുന്നേലും ഒരു മോഷണം ഉണ്ടായാലും പേപ്പറും കൊണ്ട് അവിടെ വരും. പ്രളയ ദുരിതമായി ആ സമയത്ത് ഒരു ദിവസം ഫോൺ ചെയ്യുമ്പോൾ കൈനകരിയിൽ ഒരു വീട്ടിൽ നിൽക്കുകയാണ്. അവിടെ റിലീഫ് മെറ്റീരിയൽസ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴ് മുർബാദിൽ ജില്ലാ പരിഷത്തിൻ്റെ സ്കൂള് 8.5 ലക്ഷം രൂപ മുടക്കി അപ്ലിഫ്റ്റ്മെന്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്തിരിക്കുകയാണ്. ബൊക്കെ നൽകുവാനായി ശ്രീ എം സുരേഷ് ആൻഡ് ട്രോഫി നൽകുവാനായി ശ്രീ വിജയശങ്കർ രണ്ടുപേരെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. സമയമില്ല, ഇനി നമുക്ക് വയലാർ സാറിൻ്റെ, ശരത്കുമാർ സാറിൻ്റെ പാട്ടുകൾ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ശ്രീകുമാർ സാർ പറഞ്ഞ പോലെ ഇത്രയും വലിയ കാര്യങ്ങളൊന്നുമല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു പോകുന്നു. അതിനെല്ലാം നിങ്ങളുടെ എല്ലാം സപ്പോർട്ടുണ്ട്. പ്രിയ മാം പറഞ്ഞ പോലെ എന്തെങ്കിലും ഹെൽപ്പായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനും അങ്ങോട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് എന്താ പറയുന്ന ഒരു പ്രചോദനമാണ്. ഇത് ഇങ്ങനൊരു അവാർഡ് കിട്ടുന്നത് പ്രത്യേകിച്ച് വിജയകുമാർ സാർ പറഞ്ഞിരുന്നു, പല പ്രാവശ്യവും പറഞ്ഞിരുന്നു. ശരി, ഇത് ഞങ്ങളുടെ ഒരു അയ്യപ്പ ഭക്ത സംഘമോ അതേ മലയാളി സംഘടനയുടെയോ എല്ലാത്തിനും കൂടെ ഒന്നിച്ചുള്ള ഡെഡിക്കേറ്റ് ദിസ് ടു ഓൾ. ഞാൻ ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്ന അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇത്, എൻ്റെ പുറകെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്. താങ്ക് യു വെരി മച്ച്. ശ്രീ ജയന്ത് നായർ, സാമൂഹിക രംഗത്തെന്ന പോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും മലയാളിക്ക് ഉയർത്തി കാണിക്കാവുന്ന ഒരു വ്യക്തിത്വം. താനെ നായർ വെൽഫെയർ അസോസിയേഷൻ, വാഗ്ലെ എസ്റ്റേറ്റ് മലയാളി സമാജം എന്നിവയുടെയെല്ലാം സാരഥി. വളരെ വർഷങ്ങളായി ശിവസേനയുടെ ഒരു സജീവ പ്രവർത്തകൻ. ശിവസേന സൗത്ത് ഇന്ത്യൻ സെൽ സ്റ്റേറ്റ് കോർഡിനേറ്ററായി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിനൊക്കെ പുറമെ ഒരു നല്ല സംഗീത പ്രേമി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ബൊക്കെ നൽകി ആദരിക്കുവാനായി ശ്രീ രാധാകൃഷ്ണൻ കെംട്രോൾ, അത് ട്രോഫി നൽകുവാനായി ശ്രീ കേണൽ ജനാർദ്ദനൻ ആൻഡ് ശ്രീമതി കേണൽ നളിനി ജനാർദ്ദനൻ രണ്ടുപേരെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിച്ചു അവാർഡ് മേടിച്ച് രണ്ടിനും ശീലമില്ല. എന്നാലും വിജയകുമാർ ഇങ്ങനെ ഒരു അവാർഡ് തന്നപ്പോൾ പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ വാക്ക് കേട്ടപ്പോൾ വളരെ സന്തോഷം. ഞാൻ ശരത് സാറിൻ്റെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ബോംബെ തന്നെ ജനിച്ചു വളർന്നത്. അതുകൊണ്ട് മലയാളം പാട്ടുകളൊക്കെ അറിയാമെങ്കിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഇത് സ്പീച്ച് കേട്ടിട്ട് ഐ വാസ് സോ ഹാപ്പി. ഈ സ്പോക്ക് അറ്റ് ലെങ്ത് ഓഫ് സോ മെനി തിങ്സ്. പിന്നെ പ്രിയ മാഡത്തിന് അങ്ങനെ അറിയാം, അങ്ങനെ ഇൻഡിവിജ്വലിന് പരിചയമില്ല. കെയർ ഫോർ മുംബൈയുടെ കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഇത് എനിക്കൊരു അടുത്തൊരു അവാർഡ് മേടിക്കാനുള്ള പ്രചോദനം കൂടി ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച് വിജയകുമാർ. ശ്രീ ഹരികുമാർ നായർ, താനെ നായർ വെൽഫെയർ അസോസിയേഷന്റെ 28 വർഷമായ സാരഥ്യം. ജോയിന്റ് സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ്, ഇങ്ങനെയുള്ള പല നിലകളിലായിട്ട്
Presently, he is working as the General Secretary of Bagley State Malayali Association, ex-president of Ayyappa Puja Samadi Kisan Nagar, Kendriya NSSന്റെ കമ്മിറ്റി മെമ്പറും പാട്രൺ മെമ്പറും കൂടിയാണ്. അദ്ദേഹത്തെ ബൊക്കെ നൽകി ആദരിക്കാനായി ശ്രീമതി ലക്ഷ്മി വെങ്കടാചലം, ട്രോഫി നൽകുന്നതിനായി ശ്രീ മാധവ വാര്യർ രണ്ടുപേരെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. കേരള ഇൻ മുംബൈയുടെ ഒരു മെയിൻ പില്ലറാണ് ലക്ഷ്മിജി. ഈ അവാർഡ് മേടിക്കുന്നതിന് വളരെ സന്തോഷമുണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞ എന്നെക്കാട്ടിലും വളരെ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രതിഭകളുള്ള ഈ വേദിയിൽ എനിക്ക് അവാർഡ് തന്നതിൽ ഞാൻ ശ്രീ വിജയകുമാറിനോടും രാഘവനോടും നന്ദി പറഞ്ഞുകൊള്ളുന്നു. നമസ്കാരം. മുംബൈ മലയാളികൾക്ക് സംഗീത രംഗത്ത് അതാത് വേദികളിലും അതാത് മേഖലകളിലും സ്ഥിരമായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുത്ത കുറേ നല്ല ഗായകർ ഏതാണ്ട് 40 വർഷത്തിൽ കൂടുതലായി ഈ രംഗത്ത് അവരവരുടേതായിട്ടുള്ള കഴിവ് തെളിയിച്ച പാദമുദ്ര പതിപ്പിച്ച കുറേ നല്ല വ്യക്തിത്വങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. അവരെ ആദരിക്കുന്നു. മുംബൈ രാഗലയ വളരെ സന്തോഷത്തോടെ ഓരോരുത്തരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യമായി മുംബൈയിലെ സംഗീത കുലപതി എന്ന് തന്നെ നമുക്ക് അഭിമാനത്തോടെ പറയാവുന്ന ശ്രീ പ്രേം കുമാർ മുംബൈ. ഔപചാരികമായ ഒരു തരത്തിലുള്ള വിവരണവും ആവശ്യമില്ലെങ്കിൽ പോലും പിന്നെയും പറയുമ്പോൾ നമ്മൾക്കുള്ള സന്തോഷം. 50 വർഷത്തെ തപസ്യ, നിരവധി ഗായകരെ കൈപിടിച്ച് ഉയർത്തിയ വ്യക്തിത്വം, മലയാളത്തിന്റെ പ്രശസ്തായ ഗായകരുടെയും ഗാനരചയിതാവിന്റെയും കൂടെ പ്രവർത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട പ്രേമേട്ടൻ ശ്രീ യേശുദാസ്, ശ്രീ ജയചന്ദ്രൻ, മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, ഗിരീഷ് പുത്തഞ്ചേരി, രാജീവ് ആലുങ്കൽ, ബേർണി, മധു ബാലകൃഷ്ണൻ, സുദീപ് കുമാർ, ദുർഗ വിശ്വനാഥ്, മൃദുല വാര്യർ എന്നിങ്ങനെ ഒരു നീണ്ട നിര തന്നെ അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. നാടകരംഗത്തും ശ്രദ്ധേയമായ സംഭാവനകൾ. സംഗീത സഞ്ചാരി എന്ന വെബ് സീരീസിലൂടെ മുംബൈയിലെ മലയാളികൾക്ക് നാടൻ കലാരൂപങ്ങളെ പറ്റി ഒരു വളരെ വലിയ ഒരു ട്യൂഷൻ തന്നെ നൽകുന്നു അദ്ദേഹം. അദ്ദേഹത്തെ ആദരിക്കുന്നത് നമ്മുടെ വിശിഷ്ട അതിഥി വയലാർ സരസ്വതി സർ അദ്ദേഹത്തെ ആദരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വിജയ, നന്ദി. അനൗൺസ് ചെയ്തതുപോലെ 44 വർഷം മുമ്പാണ് ഞാൻ വിജയനെ പരിചയപ്പെടുന്നത്. അന്ന് ഒരുപാട് പരിപാടികൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഒത്തിരി പരിപാടികൾ ഷൺമുഖന്താളിലൊക്കെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. കന്നസിംഹാസനം ഞാനും വിജയനും കൂടെ പാടുമായിരുന്നു. അങ്ങനെ പല പാട്ടുകളുണ്ട്. അപ്പം ഇന്ന് ഒരു ഒത്തുചേർന്ന് വന്നതിൽ വളരെ സന്തോഷം. ശ്രീ ശരത്തിൻ്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിക്കാൻ പറ്റിയത് വളരെ സന്തോഷം. ശരി, താങ്ക് യു. അതോടൊപ്പം തന്നെ എനിക്കും ഒരു സന്തോഷം. മുംബൈയിലെ ഒരു സംഗീത മത്സരത്തിൽ അദ്ദേഹമാണ് എനിക്ക് ഫസ്റ്റ് പ്രൈസ്. അപ്പം അങ്ങനെ ഒരു സന്തോഷം എനിക്കുണ്ട്. ശ്രീ സുരേന്ദ്രൻ ഉണ്ണി, അദ്ദേഹം PSc ആൻഡ് ഡിപ്ലോമ ഇൻ ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് ജേർണലിസം, ഡയറക്ടർ ഓഫ് വയ മീഡിയ കമ്മ്യൂണിക്കേഷൻ. 38 വർഷത്തെ പരിചയം വേദിയിൽ. 2 ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ഗുരു PN പത്മനാഭൻ അദ്ദേഹത്തിന്റെ കീഴിൽ 16 വർഷം കർണാടക സംഗീതം അഭ്യസിച്ചു. അതിനുശേഷം പ്രഗത്ഭനായ ശ്രീ ബാംഗ്ലൂർ ശ്രീകണ്ഠൻ സാറിന്റെ ശിക്ഷണത്തിലായിരുന്നു. ഭക്തിഗാന ആൽബത്തിന് സംഗീത സംവിധാനം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരിക്കുന്നത് നമ്മുടെ വിശിഷ്ടാതിഥി വയലാർ ശരത്ചന്ദ്ര വർമ്മ. അത് അധികം സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ക്യൂ ആണ്. വളരെ സന്തോഷമുണ്ട്. ഇവിടെ ഞാൻ ബാംഗ്ലൂരിലാണ് സ്ഥിരം. ഇതിനു വേണ്ടി ഈ സ്പെഷ്യൽ ഒക്കേഷന് വേണ്ടി വന്നതാണ്. ഇതിനു വേണ്ടി
എനിക്ക് ഇപ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. ഐ ഷുഡ് have missed it. ഇപ്പോഴാണ് അറിയുന്നത്. ഇൻഫാക്ട് വൺ ഓഫ് ദ ബെസ്റ്റ് സ്പീച്ചസ് ബൈ എ പേഴ്സൺ ഫോർ ദ ഫസ്റ്റ് ടൈം. ഇത്രയ്ക്ക് മനസ്സിൽ തട്ടിയിട്ടുള്ള ഒരു ഈ വാക്കുകൾ ശ്രീ വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വാക്കുകൾ ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് സംസാരിച്ചത്. അപ്പോൾ അതൊരു വളരെ യുണീക്കായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് അബൌട്ട് മൈ ഡിയർ ഫ്രണ്ട് വിജയകുമാർ വിജു. I know him for 40 years. വിജയൻ്റെ ആദ്യത്തെ പ്രോഗ്രാം ചേടാനഗറിലായിരുന്നു സ്കൂളിൽ വെച്ച്. അന്ന് മുതൽ ഞങ്ങൾ കൂടെ താമസിച്ചിട്ടുണ്ട്. We were very close friends. We were learning music from the same teacher, Sri Pudukot Ratnanavan. And you know, I've seen his growth, phenomenal growth, right from the word go. And ഗിരിജയോട് ഇവരുടെ കല്യാണം എല്ലാ ഓരോരോ ഘട്ടങ്ങളും കൂടെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുന്നു. ഇറ്റ്സ് എ വെരി വെരി സ്പെഷ്യൽ ഒക്കേഷൻ. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് വയലാറിൻ്റെ ഗാനങ്ങൾ നമുക്കൊക്കെ എല്ലാവർക്കും വളരെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ്. ഇതിനു വേണ്ടിയിട്ട് ഇവിടെ വരാൻ കഴിഞ്ഞത് വളരെ വളരെ സന്തോഷമാണ്. ആൻഡ് ഓൾസോ മൈ ഓൾ ദ ഓൾഡ് ഫ്രണ്ട്സ് പ്രേമൻ. ശ്രീമതി ലത ദേശ്പാണ്ഡെ മലയാളം പാടുന്ന ആള് 40 വർഷം മുമ്പ് ബോംബെയിലെ വേദികളിലൊക്കെ നിറഞ്ഞു നിന്ന സാന്നിധ്യം. ആദരിക്കുന്നത് നമ്മുടെ വിശിഷ്ടാതിഥി വയലാർ ശരത്ചന്ദ്രവർമ്മജി. ഒക്കെ നൽകി ആദരിക്കുന്നു ശ്രീ വിജയൻ. Good evening to all family, my friends, to Ragalia, Vijayan, Sri Vailar, Sharat Chandran Verma. I'm big, but little bit I speak. I'm so sorry that I'm speaking English, and I'm so thankful to all of you all. My journey with Vijayan has been very, very long, and we are, as Sunil said, we are very, very close friends with his family, Girija, and all. I'm also so happy to see all my old musicians, Prem Kumar and Kumar on tabla and many others. Thank you so much for this special occasion. നമുക്കൊരു നല്ലൊരു അവസരം കിട്ടും. ദക്ഷിണാമൂർത്തി കൊണ്ടുവരും ഒന്നിച്ച് പറയും കലങ്കിരി 80. അപ്പോൾ പ്രാവശ്യം ഞാൻ കനക സിംഹാസനം ഞാൻ കേട്ടിട്ടുണ്ട് ഒന്നിച്ചിട്ട്. അത് കൂടാതെ ലതയും വിജയനും പുലരുള്ളി പൂ വിതറിയ പാട്ട് ഷൺമുഖൻ പാടുമ്പോൾ എൻ്റെ മനസ്സിൽ ഈശ്വര ഭഗവാൻ. കൂടെ ആദ്യമായിട്ട് പാടിയത് വൃശ്ചിക പൂമ്പലി എന്ന പാട്ടാണ്. അതുമാതിരി തന്നെ വിജയത്തിന് മുമ്പിൽ കാനന ശ്രീലത പൊങ്കാലം എന്നൊരു പാട്ട്. അത് ആ പാട്ടാണ് ഞാൻ അയ്യപ്പൻ്റെ പ്രോഗ്രാമിലാണ്. പിന്നെ ഒരുപാട് വേദികളിൽ എനിക്ക് യൂസഫ് അലി കച്ചയുടെ മുന്നിൽ പാടാനുള്ള അവസരം പ്രേമത്തിന് നൽകുന്നു. വിജയത്തിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ആരൊക്കെ TS രാധാകൃഷ്ണൻ, JDMLD, വിദ്യാധര മാഷ്, കൃഷ്ണാവതി, ശ്രീകുമാരൻ തമ്പി, പിന്നെ ഒരുപാട് അവരുടെ മുന്നിൽ പാടാൻ അവരുടെ പാട്ടുകൾ പാടാനുള്ള അവസരം ഉണ്ട്. പിന്നെ വിജയത്തിനെ സംബന്ധിച്ചോളം താങ്ക് യു സോ മച്ച്. അടുത്തതായി ശ്രീ ത്യാഗരാജൻ. മുംബൈയിലെ ആദ്യകാലത്തെ പിയാനോ അല്ലെങ്കിൽ എന്തായാലും പറയുക ഓർഗൻ എല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥിരം സാന്നിധ്യം. അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി വിശിഷ്ടാതിഥി ശ്രീ ശരത്ചന്ദ്ര വർമ്മജി. ഒക്കെ നൽകി ആദരിക്കുന്നു ശ്രീ വിജയകുമാർ. ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല. എനിക്ക് ഒരു അവകാശം കിട്ടാൻ പോകുന്നു. ഞാൻ പാടുന്നത് സംസാരിക്കുന്നത് പോലെ இருக்கும். മലയാളത്തിൽ അപ്പോൾ കുറച്ച് സംസാരിക്കും. മലയാളത്തിൽ സംസാരിക്കും. താങ്ക് യു. സുനിൽ നായർ വളരെയധികം പ്രത്യേകതകളുമുള്ള ഒരു കലാകാരൻ. നമ്മൾ പണ്ട് ഈ നാട്ടിൽ ജോക്കിനായി കോമഡിക്കൊക്കെ പറയും യുഗ്മഗാനങ്ങൾ ഒന്നിച്ച് ഒരാൾ പാടില്ല അല്ലേ, ഒറ്റയ്ക്ക് പാടിയല്ലോടാ യുഗ്മഗാനം നാട്ടിൽ കളിക്കുന്നത്. ഇത് ശരിക്കും ഒരാള് മെയിൽ ഫീമെയിൽ വോയിസ് ഒരേപോലെ പാടാൻ കഴിവുള്ള ശ്രീ സുനിൽ നായർ. മുംബൈയിലെ മിക്കവാറുമുള്ള എല്ലാ വേദികളിലും കലാകാരനെ തിരിച്ചറിഞ്ഞതാണ്. അദ്ദേഹത്തെ ആദരിക്കുന്നു.
എന്താ സംസാരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഐ വാസ് ബോൺ ബോട്ടം ഇൻ മുംബൈ. ബട്ട് വിജയൻ്റെ കൂടെ ഇതൊരു 42 വർഷമായി ഞാൻ മീറ്റിംഗ് തൊട്ട് 1985 ഐ തിങ്ക് 1918 then we started the journey. രാഗലയ മ്യൂസിക് അവാർഡ് 24 ആൻഡ് കിം എക്സലൻസ് അവാർഡ് അതിൻ്റെ സുവനീർ റിലീസ് ചെയ്യുകയാണ്. വേദിയിലേക്ക് കാർത്തേനി മേനോൻ മാഡം, സത്യനാഥ്, ശ്രീ ഉണ്ണി ഫ്രം മുളൂൺ, ശ്രീ AN ഷാജി വേദിയിലേക്ക് എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. Looking ahead, the much awaited 2025 Ragalaya Kim Excellence Award will be held on April 12th. The name of the awardees for the year 2025 who have made significant impact in their fields will be announced soon. These exceptional individuals will be honored in a grand ceremony later in the year, celebrating their outstanding achievements and contribution to the society.